തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങാം. താങ്കൾ മേയറായിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീ വി ശിവൻകുട്ടി, ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണോ മേയർ ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കേണ്ട എന്ന് CPM തീരുമാനിച്ചത്? അല്ല, ഒരിക്കലുമല്ല. ഒരു ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലില്ല. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് മേയറായി മത്സരിച്ച് മേയറായിട്ട് 5 വർഷക്കാലം അതിൻ്റെ ഭരണം നടത്തിയ ഒരു വ്യക്തി പിന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കൗൺസിലറായി ചെന്നിരിക്കാൻ വേണ്ടി മത്സരിക്കാറില്ല. അതിലൊരു നിയമത്തിനൊന്നും എഴുതി വെച്ചിട്ടില്ല. അതൊരു കീഴ്വഴക്കമാണ്. കാരണം 5 വർഷക്കാലം എക്സിക്യൂട്ടീവ് അധികാരങ്ങളൊരു മേയറായിട്ടിരുന്ന ശേഷം വെറും കൗൺസിൽ യോഗത്തിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതൊരു ജനാധിപത്യത്തിൽ തന്നെ ഒരു വൃത്തികേടുണ്ടല്ലോ ആ കാര്യത്തിൽ. അതായത് ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ നഗരസഭ പിടിക്കാൻ പറ്റിയാൽ, കോർപ്പറേഷൻ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ 45 ദിവസത്തിനകം നഗരത്തിൻ്റെ 5 വർഷത്തേക്കുള്ള വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം വികസിത അനന്തപുരി എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഒരു അജണ്ടയായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPMന് ഇവിടെ ഒരു ആശങ്കയുണ്ട്. പിന്നെ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ മത്സരിക്കാതിരിക്കുന്നതിനൊരു കാരണം പറഞ്ഞു. ആര്യ ഇനി നിയമസഭയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ആലോചനയാണോ ഇതിന് പിന്നിലുള്ളത്? അത് എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്ന മുറയ്ക്കല്ലോ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഞാൻ പിന്നെ മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മേയർ ആവും എന്ന് പറഞ്ഞുകൊണ്ടോ അന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്ന ഒരാൾ തോറ്റു. അതെ, അങ്ങനെയാണല്ലോ മറ്റു ചില ആൾക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നത്. പക്ഷേ മിനിസ്റ്റർ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് MLA ആയിരുന്ന ശബരിനാഥനാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഇവിടെ മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ദയനീയമായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി ഈ പ്രാവശ്യം. ആണ്. ഒന്ന്, കോൺഗ്രസിൽ മത്സരിക്കാൻ തന്നെ നേതാക്കന്മാരില്ല. കുറച്ച് ബോളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും അവർ ശബരിനാഥൻ മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവായിട്ട് മത്സരിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ കോൺഗ്രസിനെ പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനത്തൊന്നും ഇല്ലാത്ത വ്യക്തികളാണ് മത്സരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.